ഹായ് ഹലോ നമസ്കാരം. മനോഹരമൊരു 5 BHK 5 ബെഡ്റൂമുകളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 സെൻറ്റിൽ 2480 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 ബെഡ്റൂമുകളാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ ധാരാളം വീടുകളെല്ലാം ഉള്ള മനോഹരമായ ഒരു ലൊക്കേഷനിൽ, അതും ഫ്ലഡ് ബാധിക്കാത്ത 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ഒരു ലൊക്കേഷനാണ്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 300 മീറ്റർ ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മാത്രം ദൂരവും പള്ളിക്കര ടൗണിലേക്ക് 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ചുറ്റുമതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 ഗേറ്റുകളാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു വലിയ ഗേറ്റും അത് സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള വലിയ ഗേറ്റും, കൂടാതെ ഒരു ചെറിയ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലെ കിണറും നൽകിയിട്ടിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KWO കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള, അതും വലിപ്പമുള്ള 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ലഭിക്കുന്നുണ്ട്. വീണ്ടും മുൻവശത്തായി വിശാലമേറിയൊരു മുറ്റം അവൈലബിൾ ആണ്. കിണർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. മനോഹരമായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ധാരാളം കിണർ വെള്ളം ഇവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം എപ്പോഴും ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വേനൽക്കാലത്തും കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഡിസൈനിലാണ് കേട്ടോ ഈ വീടിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. വിശാലമേറിയൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ ലഭ്യമാണ്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം പഴയ വീടുകളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മച്ച് രൂപത്തിലാണ് ഈ ഒരു സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ മനോഹരമായ രീതിയിൽ തന്നെ പാർട്ടീഷൻ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയയാണ് ഈ ഒരു ഭാഗം. നല്ല വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു വിശാലത ഫീൽ ചെയ്യുന്ന ഒരു വിധത്തിലാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ലിവിങ് സ്പേസ് പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ, കൗണ്ടറുകളിൽ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം കിച്ചൺ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു കളർ കോമ്പിനേഷനിലാണ് അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിശ വരുന്നത് കിഴക്കോട്ടാണ്. മാത്രമല്ല കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് വാഷ് ബേസിനുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഭവമാണ്. വെന്റിലേഷൻ സൗകര്യം, വെളിച്ചം എപ്പോഴും എല്ലാ റൂമുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുക എന്നതിന് വീടിൻ്റെ ഒരു നല്ലൊരു ഐശ്വര്യം കൂടിയാണ്. അതുപോലെ തന്നെ ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. വർക്ക് ഏരിയ സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസ് ആയ വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് കാണാം മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം കുക്കിംഗ് എല്ലാം ഇവിടെ ചെയ്യാവുന്ന വിധത്തിൽ മനോഹരമായൊരു വലിയൊരു ടേബിളെല്ലാം, ഒരു വർക്കിംഗ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്താണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്.
ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിങ് ഏരിയയും എല്ലാം നമുക്കിവിടെ തന്നെ അവൈലബിൾ ആണ്. വീട്ടിൽ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസായ ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ ഒരു ബാത്റൂമാണ് ഇവിടെ. നല്ല കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഈ സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസായി ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു കളർ കോമ്പിനേഷനിലാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായ ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതൊരു വലിയ ബെഡും യൂസ് ചെയ്യാവുന്ന വിധത്തിൽ സ്പേഷ്യസ് നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ബാത്റൂമിനും നല്ല സ്പേഷ്യസ് കൂടി തന്നെ ബാത്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്യാരൻറ്റിയോടുകൂടി 7 വർഷം ഗ്യാരൻറ്റി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. മാത്രമല്ല ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും ഉപയോഗിച്ചിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് കാണാം. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെ ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നു. ഒരു കബോർഡ് വർക്കും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോയാൽ ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാർഡ്രോബ് സൗകര്യം ഒരു ഡ്രസ്സിങ് യൂണിറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള ബാത്റൂമുകളാണ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ഈ വീട് ഒരുക്കിയിരിക്കുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് എല്ലാം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസോട് തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ചെയ്ത ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സ്പേഷ്യസോട് തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ വാൾ ടൈൽസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ഇതുകൂടാതെ നമുക്കൊരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു സ്പേസും ഒരു റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡ് 2450 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളായി വരുന്ന ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 93 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീട് ഇഷ്ടപ്പെട്ടാൽ വീടിനൊരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.